2023 തോന്നുന്നു. രാഷ്ട്രീയ രക്തസാക്ഷികൾക്കെതിരെ വിവാദ പരാമർശവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലമ്പാനി രംഗത്തെത്തിയിരുന്നു. പ്ലമ്പാനി അറിയാമല്ലോ അല്ലേ? റബ്ബറിന് വില കൂടിയാൽ കേരളത്തിൽ BJPയെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന ഓഫർ കൊടുത്തയാൾ. അന്ന് രാഷ്ട്രീയ രക്തസാക്ഷികൾ അനാവശ്യമായി കലഹിക്കാൻ പോയി വെടിയേറ്റു മരിച്ചവരാണെന്നും പ്രകടനത്തിനിടെ പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ച രക്തസാക്ഷികൾ ഉണ്ടാവാമെന്നുമൊക്കെയാണ് ഈ ബിഷപ്പ് പറഞ്ഞത്. കണ്ണൂർ ചെറുപുഴയിൽ KCYM യുവജന ദിനാഘോഷ വേദിയിൽ വച്ചാണ് പ്ലമ്പാനി ഈ വിവാദ പ്രസ്താവന നടത്തിയത്. യേശുവിൻ്റെ ശിഷ്യന്മാരായ 12 അപ്പോസ്തലന്മാരെക്കുറിച്ച് പറയുന്നതിനിടെയായിരുന്നു ബിഷപ്പിൻ്റെ വിവാദ പ്രസ്താവന. രാഷ്ട്രീയ രക്തസാക്ഷികളെ പോലെയല്ല അപ്പോസ്തലന്മാർ. അവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തികളാണ് അപ്പോസ്തലന്മാർ. സത്യത്തിനും നന്മയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് അപ്പോസ്തലന്മാർ. 12 അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി മരിച്ചവരാണ് എന്നും ബിഷപ്പ് പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ രക്തസാക്ഷികളെ പോലെയല്ല അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വമെന്നും ബിഷപ്പ് പ്ലമ്പാനി പറഞ്ഞു. അല്ല, ഒരു സംശയം. അപ്പോൾ ഈ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസും അങ്ങനെയാണോ? എനിക്കറിയില്ല. റബ്ബർ കിലോയ്ക്ക് 300 രൂപ ഉറപ്പാക്കിയാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് സംസ്ഥാനത്ത് MPമാരിൽ നിന്ന് വിഷമം മാറ്റിത്തരുമെന്ന കൊട്ടേഷൻ എടുത്ത ആളായ ഈ മാർ ജോസഫ് പ്ലമ്പാനിക്ക് ഒത്തിരി വൈകിയാണെങ്കിലും റിപ്പോർട്ടർ TVയിലെ ഡോക്ടർ അരുൺകുമാർ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. റബ്ബറിന്റെ വിലയേക്കാൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന വിലയുണ്ട് ആ സഭയിലെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തിന്, തിരുവസ്ത്രത്തിന്. എല്ലാ കന്യാസ്ത്രീകളും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ, എല്ലാ ബിഷപ്പുമാരും ഒരുമിച്ച് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ടല്ലോ. കേരളത്തിന് പുറത്തു പോകുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്: കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. കേസ് കൊടുക്കാൻ ഭയമാണ്, ഇത് കേരളമല്ലല്ലോ. ഇത് ബിഷപ്പ് പ്ലമ്പാനി പിതാവ് കേൾക്കണം. കേരളത്തിന് പുറത്ത് അടികൊണ്ട പാസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്. ഒഡീഷയിൽ അടികൊണ്ട ലിജോ പിതാവും ജോജോ പിതാവും നമ്മളോട് പറയുന്നുണ്ട്. ഭയമാണ് കേസ് കൊടുക്കാൻ പോലും. നമ്മുടെ കേരളമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ അഭിമാനത്തോടുകൂടി സഭാപ്രവർത്തനം നടത്താനും വിശ്വാസികളോടൊപ്പം സഞ്ചരിക്കാനുമുള്ള അവകാശമുണ്ട് പിതാക്കന്മാർക്കും കന്യാസ്ത്രീകൾക്കും. ഒരു കന്യാസ്ത്രീയും നമ്മൾ ഇവിടെ ആക്രമിക്കില്ല. ബസ്സിൽ ഇരിക്കുമ്പോൾ കന്യാസ്ത്രീക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുന്ന നാടാണ് കേരളം. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിതാവിനെ കണ്ടാൽ ഏത് മതസമുദായത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് തലകുനിക്കുന്ന നാടാണ് കേരളം. ഈ നാട് എങ്ങനെയായി മാറി? ഈ നാടായതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ ആർക്ക് നന്ദി പറയുന്നു? അവർ ഈ നാട് ഭരിക്കാത്തത് കൊണ്ടും അവർ ഈ നാടിന്റെ സാമുദായിക ഐക്യത്തിൽ വിഷം ചേർക്കാൻ ഈ നാട് ഒരുമിച്ച് നിന്ന് എതിർത്തത് കൊണ്ടുമാണ്, അനുവദിക്കാത്തത് കൊണ്ടുമാണ്. ആ ജാഗ്രതയെ പരിഹസിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവസരവാദി എന്ന് വിളിച്ചത് ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉടനെ അമിത്ഷായെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അമിത്ഷാ വിചാരിച്ചാൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭരണഘടന അപകടത്തിലാണ് പിതാവേ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അങ്ങ് നന്ദി പറഞ്ഞത്? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന അപകടത്തിലാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടാൽ ഒരാൾക്ക് ജാമ്യം കിട്ടാനും ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനും കഴിയുമെങ്കിൽ ആ സംവിധാനത്തിന്റെ പേര് ജനാധിപത്യം എന്നല്ല, ആ സംവിധാനത്തിന്റെ പേര് ഫാസിസം എന്നാണ്. അപ്പോൾ താങ്കൾ നന്ദി പറഞ്ഞത് ഫാസിസ്റ്റായ ഒരു സംവിധാനത്തിന് വേണ്ടിയാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് നന്ദി പറഞ്ഞിറങ്ങി തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്ത വന്നില്ലേ? ഒഡീഷയിൽ ബെൽസോറിലെ 2 പ്രധാനപ്പെട്ട പിതാക്കന്മാരെയാണ് ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത്. കന്യാസ്ത്രീകളെയാണ് കയ്യേറ്റം ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്ത കുറ്റം? മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിഷപ്പ് പ്ലമ്പാനി പിതാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 10 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം നടപ്പിലാക്കിയ 6 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJPയാണ്. 10 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറെക്കുറെ ഭരിക്കുന്നത് BJPയാണ്. അതിൽ മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 4 പ്രധാനപ്പെട്ട സർക്കാരുകൾ കോൺഗ്രസ് സർക്കാരിൻ്റെയും മതപരിവർത്തന നിയമം കൊണ്ടുവന്ന 6 സർക്കാരുകൾ BJP സർക്കാരിൻ്റെതുമായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും CPM ഭരിച്ച ഒരു സംസ്ഥാനത്ത് പോലും മതപരിവർത്തന നിയമം ആ അർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഗോവിന്ദസ്വാമിയോട് ഭൂമിച്ച പിതാവും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാടിനെ മതസൗഹാർദ്ദമുള്ള നാടാക്കി നിലനിർത്താൻ ഇപ്പോഴും എല്ലാ സഭകളിൽപ്പെട്ട മനുഷ്യർക്കും വിശ്വാസത്തോടു കൂടി പരസ്പരം ചേർന്ന് പോകാനുള്ള ഒരു നാടാക്കി മാറ്റിയതിന് ഉത്തരവാദികൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെതാണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിന്റെ സമവായ അവർ ഒരുമിച്ച് നിൽക്കുന്ന സന്തുലിത രാഷ്ട്രീയമാണ്. K മാണി പോലൊരു നേതാവിന്റെ അഭാവമുണ്ട് എന്ന് കരുതി ഏതെങ്കിലും ഒരു പിതാവോ ഏതെങ്കിലും ഒരു സഭയോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു വേഷം അങ്ങ് ധരിച്ചേക്കാമെന്ന് കരുതിയാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല. ഈ നാടിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് കാരണമായ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബിഷപ്പുമാർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അവരുടെ ആ രീതിയിൽ വളരെ സിവിലൈസ്ഡ് ആയ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പ്രതികരണമാണ് ഉണ്ടാവുക. ജാമ്യം കൊടുത്തതിന് നന്ദി പറയുന്നവർ ആ ജാമ്യം കിട്ടാൻ ഇടയാക്കിയ അറസ്റ്റിന് കൂടി നന്ദി പറയണം എന്നാണ് ഒരു യുവജന സംഘടനാ നേതാവ് പറഞ്ഞത്. ഒരർത്ഥത്തിൽ ഇത് ശരിയുമാണ്. ആ സംഘടനാ നേതാവ് പറഞ്ഞൊരു വാചകം തന്നെയാണ് നീമുള്ളതിന്റെ വാചകവും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്ലമ്പാനി പിതാവ് ഓർമ്മിക്കുക,
ഇന്ന് നിങ്ങൾ ആരെ തള്ളി പറയുന്നുണ്ടോ അവരാണ് ഈ നാടിന്റെ സാംസ്കാരികമായ മതമൈത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയാൽ കേരളം പോലെ ആവില്ല മറ്റൊരു നാടും എന്നത് വാസ്തവമാണ്. പക്ഷെ ആ കേരളം പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബിഷപ്പുമാരൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് കേരളമല്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. ആ കേരളമല്ലല്ലോ എന്ന് പറയുന്നതിലുണ്ട് എല്ലാം. അത് എല്ലാ പിതാക്കന്മാരും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം തേടി വന്നത് അവർ ആരെയാണ്? ആദ്യം തേടി വന്നത് നമ്മളെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ശബ്ദിക്കാതിരിക്കുന്നു എന്ന നിലയാകരുത്. ഇപ്പോൾ തേടി വരുന്നത് അവർ മുസ്ലിങ്ങളെയാണ്. നാളെ തേടി വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളെയാണ്. അത് കഴിഞ്ഞാൽ തേടി വരാൻ പോകുന്നത് ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ തേടി വരുമെന്ന് മാത്രമാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതത്ര ബുദ്ധിമുട്ടുള്ള പാഠമല്ല പിതാവ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് നിലവിൽ പാമ്പ്ലാനി പിതാവ് മാത്രമാണ്. മറ്റു സഭാ നേതാക്കളൊക്കെ ഇതേപോലെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇത് അതിരുകവിഞ്ഞ പ്രതികരണമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഗോവിന്ദച്ചാമിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള സഭയുടെ പ്രതികരണം അത്യന്തം അപലപനീയമാണ്. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടിവിയിൽ നടന്ന ഈ ചർച്ച കൂടി ഒന്ന് കാണണം. പ്ലംബാനിക്കും കൂട്ടുകാർക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടി ഈ ചർച്ചയിലെ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നുണ്ട്. RSSന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സഭ ഇങ്ങനെ പ്രതികരിക്കുന്നു. അത് സഭയുടെ മൊത്തം പ്രതികരണമായിട്ടാണോ പാമ്പ്ലാനിയുടെ പ്രതികരണമായിട്ടാണോ CPM കാണുന്നത്? അല്ല, CPM ഈ വിഷയത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കത് അറിയില്ല. ഇതിന് എല്ലാം ഒരു അങ്കുലം മാറി നിന്ന് ഒരു CPM സഹയാത്രികൻ കാണുന്നത് അല്ലെങ്കിൽ സാധാരണ കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവർ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. ഒരു മതനിരപേക്ഷ മനുഷ്യൻ കാണുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ വരുന്നത്. ഇവിടെ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നത് BJPക്കാർ പറയുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ്. ക്രിസ്ത്യാനി എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്രിസ്ത്യാനികൾ ബ്ലാങ്കറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല എൻ്റെ. നോക്കൂ, ഈ റബ്ബറിന് 300 രൂപ കിട്ടിയാൽ നമ്മളുടെ രാഷ്ട്രീയം ഇച്ചിരൂടെ വ്യക്തമാക്കി BJPക്ക് അനുകൂലമാക്കുമെന്ന് പറഞ്ഞത് ഇവരാണ്. ഈ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ റബ്ബറിന്റെ വിലയും അതിന്റെ രാഷ്ട്രീയവും അത് BJPയുമായിട്ട് കൊണ്ട് മുട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് സത്യം. ഒന്നത്. രണ്ട്, നോക്കൂ, BJP ഇപ്പം ഗോവിന്ദ മാസ്റ്ററിനെ ഇവർ വിശേഷിപ്പിച്ചത് ഈ ഗോവിന്ദച്ചാമിയുമായിട്ട് ചേർന്നാണ്. ഗോവിന്ദച്ചാമിയുമായിട്ട് ചേർന്നതിന് നമ്മൾ നിശ്ചയമായും പ്രതികരിക്കും. അത് പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം തന്നെ ഉണ്ടാവും, താമസിക്കത്തില്ല. പക്ഷേ ധൈര്യമുണ്ടോ, ഇവർക്ക് നട്ടലുണ്ടോ ഇത് അമിത്ഷായ്ക്കെതിരെ എന്ന് പറയാൻ? ഇവരുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയല്ലോ അല്ലേ, അടി കൊടുത്തല്ലോ അല്ലേ, എന്ത് പറയുന്നവര്? നോക്കൂ, ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ഭരിക്കുന്നു. BJP സർക്കാർ ഭരിച്ച് ഈ 2 സിസ്റ്റർമാരെ പിടിച്ചോണ്ട് പോയി. അത് ലോകത്തില്ലാത്ത ചാർജസ് എല്ലാം ചാർജ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് CPM ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. അത് മതനിരപേക്ഷ മനുഷ്യർ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നു, ഈ പറയുന്ന CPMന്റെ ആൾക്കാർ പ്രതികരിക്കുന്നു, എല്ലാവരും പ്രതികരിക്കുന്നു. അതിനെ തുടർന്ന് ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, കേരളത്തിൽ BJPക്ക് ഇപ്പം കുറേ നാളുകളായി ഈ പറയുന്ന സഭകളുമായി ഒരു കൂട്ടുകെട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയമായി നഷ്ടം വരും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും കൂടെ അങ്ങോട്ട് ഓടി. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ ഇടപെടൽ ഉണ്ടാകുകയും ആ ഇടപെടലിനനുസരിച്ച് ജാമ്യം കിട്ടുകയും എന്ന് പറയുന്നത്. അതാണല്ലോ സംഭവിച്ചത്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. നോക്കൂ, ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് കേന്ദ്ര സർക്കാർ ഇടപെട്ടാണ് ജാമ്യം കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ BJP പിടിച്ചിട്ടത് പ്രശ്നമില്ല അവർക്ക്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് ജാമ്യം കൊടുത്തതാണ് അവർക്ക് ഇച്ചിരൂടെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നത്. അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. ഈ പറയുന്ന മതസ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? ആർട്ടിക്കിൾ 25 26 ഇവർക്ക് ബാധകമല്ലേ? ഇവർക്കത് പ്രശ്നമല്ലേ? ആർട്ടിക്കിൾ 30 ഇവർക്ക് ബാധകമല്ലേ? ഇതൊന്നും ഇവിടെ പറ്റുന്നില്ല. പല സംസ്ഥാനങ്ങളും, ഒഡീസ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇവിടെ പറ്റുന്നില്ല. ഈ മതസ്വാതന്ത്ര്യം ഇവർക്ക് ഇത് പ്രചരിപ്പിക്കാനും ഇത് മനുഷ്യരിലേക്ക് എത്തിക്കാനും ഫോഴ്സ്ഫുൾ കൺവേർഷൻ മാത്രമേ സ്മൃതി ഈ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുള്ളൂ. ഫോഴ്സ്ഫുൾ കൺവേർഷൻ. ഞാനിപ്പോൾ നാളെ രാവിലെ എനിക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് തീരുമാനിച്ചാൽ എനിക്ക് ക്രിസ്ത്യാനി ആകുന്നതിന് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതിന് എന്താണ്, എവിടെയാണ് തടസ്സം? ഭരണഘടന ഒരു തടസ്സവും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പാസാക്കി കഴിഞ്ഞു അഡ്വക്കേറ്റ് ലാൽകുമാർ. അതെ, അല്ല, അതിന് നോക്കൂ, ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ അതിനെ ഗെറ്റ് ഓവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പ്രചരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഫോഴ്സ്ഫുൾ കൺവേർഷനും എതിരെയാണ് ഈ നിയമങ്ങളെല്ലാം. ഞാനത് ഗൗരവത്തിൽ തന്നെ പറയാം. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ പറയുന്ന വിഷയം കഴിഞ്ഞ് നമ്മൾ നോക്കൂ, വലിയൊരു ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർക്ക് ജാമ്യം കിട്ടുന്നു. അമിത്ഷാ പറയുന്നു അവർ ഒരു കാരണവശാലും ജാമ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രോസിക്യൂഷൻ പറയില്ല എന്ന് പറയുന്നു. എന്നിട്ടും അവരുടെ നിലപാട് ഇവർക്ക് ജാമ്യം കൊടുക്കരുതായിരുന്നല്ലോ. സ്മൃതി അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ചർച്ച ചെയ്തതാണ്, പല തവണയായിട്ട് ചർച്ച ചെയ്തതാണ്. ഈ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ കോടതി അതിന്റെ മെറിറ്റ് കണ്ട് കോടതി ജാമ്യം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ നേരെ BJPയുടെ ഓഫീസിൽ പോയി കേക്ക് മുറിച്ച് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെയും അല്ലെങ്കിൽ BJPയുടെ കൂട്ടുകാർക്കും ഇവർ കേക്ക് മുറിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പറയുന്നത് വലിയ രീതിയിൽ ഇടപെട്ടു. ഈ പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ജാമ്യത്തിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നല്ലോ. ഉണ്ടോ?
അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ബജറംഗ് ദൾ അത് കഴിഞ്ഞ് ഒഡീസയിലെ ക്രിസ്ത്യാനി പുരോഹിതന്മാരെയും സ്ത്രീകളായ കന്യാസ്ത്രീമാരെയും ഓടിച്ചിട്ട് അടിച്ചു. 70-80 പേരോ കൂട്ടിച്ചേർന്ന് അടിച്ചെന്ന് പറഞ്ഞത്. ഒരു പ്രശ്നവും ഇല്ല ആൾക്കോ, ചുമ്മാതെ എവിടെ വഴിയൊക്കെയോ ഒരു സ്റ്റേറ്റ്മെന്റ് പോയി. ഇതാണ് സത്യം. നമ്മൾ നോക്കൂ, നമ്മൾ പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സംഘപരിവാർ എന്ന് പറഞ്ഞ ബലം ഈ പറയുന്ന ആൾക്കാരെ പിടിക്കുന്നത് വഴി നോക്കൂ, ബാക്കിയുള്ള മനുഷ്യരെ കൂടെ പിടിക്കാനായിട്ട് നമ്മൾ അവസരമുണ്ട്. ഇവരെ പിടിക്കുന്നത് ഇവർക്ക് തന്നെ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഇതിനകത്ത് ഇടപെടുന്നത്. അവർക്ക് അടിച്ചോ, ഈ ശ്രീനിവാസൻ ഒരു സിനിമയ്ക്കകത്ത് എൻ്റെ വലത്തെ കയ്യിൽ അടിച്ചു, എന്നാൽ ഇടത്തെ കയ്യിൽ ചെവിക്കലും കൂടെ അടിച്ചോ, കുഴപ്പമില്ല, നീ എത്ര വേണേ അടിച്ചോ, ഞാൻ അന്നാ ഇനി മുരിങ്ങയ്ക്കാവിയിൽ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന പോലെ ഇവർ നിൽക്കുന്നതെങ്കിലും നമുക്കങ്ങനെ നിൽക്കാൻ പറ്റാത്തതിന് കാരണം ഇത് നാളെ നമ്മളെ തേടി വരും എന്നുള്ളത് കൊണ്ടാണ്. ഈ മതനിരപേക്ഷ രാഷ്ട്രത്ത് നമുക്ക് രാഷ്ട്രീയം പറയാനും മതം പറയാനും പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതെ, ഇവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് വഴി നമുക്കൂടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരൊപ്പം നിൽക്കുന്നത്. അല്ലാതെ ഇവരോടുള്ള ആത്മാർത്ഥമായി ഇവരെ പറഞ്ഞ് നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞ് ചെവിക്കൽ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ അടുക്കൽ വീണ്ടും വന്നാൽ നിങ്ങൾ എന്തിനാ പോകുന്നത് ചോദിക്കാനുള്ളതുകൊണ്ടല്ല. നമുക്കതിനൊരു വലിയ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഗോവിന്ദമാഷിന്റെ സ്റ്റേറ്റ്മെന്റിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇവരെന്തോ കാണിക്കുന്നേ? നാണോ ഇവർക്ക്? സത്യം പറഞ്ഞ് പോയി അടി മേടിക്കാൻ നാണുണ്ടോ? എന്നിട്ട് ഈ പറയുന്ന കൂട്ടർക്കെതിരെ ഒരക്ഷരം പറയാനുള്ള ഒരു പേടിയുണ്ടല്ലോ, ഒരക്ഷരം പറയാൻ ഇവർക്ക് ഒരു പേടിയുണ്ടല്ലോ. എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല, ഞാനത് പറഞ്ഞു എഴുന്നേറ്റ് പോകത്തുള്ളൂ. ഇതിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുറെ നാളുകളായി ഈ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന മതപുരോഹിതർ, അങ്ങനെ തന്നെ എടുത്ത് ഞാൻ പറയും, മതപുരോഹിതരുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഇവര് BJP-യുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ ഇവരെന്തൊക്കെയോ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നത് നോക്കൂ, നമുക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണോ ഇവർ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവർ ഈ പറയുന്നത് ഓർഗനൈസറിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ഇവരെ ചേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടത്തിലും ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത്. ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്ന വഴി സത്യത്തിൽ മതനിരപേക്ഷ പൊസിഷൻ കോംപ്രമൈസ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 25-ന്റെയും 26-ന്റെയും ഈ പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ പ്ലാംപ്ലാനി നാളെ പോയി അടി വാങ്ങിച്ചോ. ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് ഇത് പറഞ്ഞാണ്, നിങ്ങൾ അടി വാങ്ങിക്കും, കാര്യം നിങ്ങൾ ഈ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അടി വാങ്ങിക്കും, ഞങ്ങൾ ഉറപ്പായിട്ടും അടി വാങ്ങിക്കും. നിങ്ങളെ പിടിച്ചു കയറ്റി ഞങ്ങളെ പിടിക്കാൻ ഇവർ വരും. നിങ്ങളെ പിടിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് കാര്യം നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. കുനിച്ചു നിർത്തി ഇടിക്കുമെന്നാണ് ഞാൻ അന്നത്തെ പ്രയോഗത്തിൽ ഞാൻ ഉപയോഗിച്ചത്. സത്യസന്ധമായ കാര്യമാണ്, കുനിച്ചു നിർത്തി ഇവർ ഇടിക്കും. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനികളായ മനുഷ്യർക്കുണ്ടല്ലോ, സാധാരണപ്പെട്ട മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മതപുരോഹിതന്മാർക്കാണ് പലർക്കും മനസ്സിലാകാത്തത്. അത് വഴിയെ മനസ്സിലായിക്കോളും. കാര്യം അതിനുള്ള പണിയാണ് അവിടെ. ബജറംഗ് ദൾ കേരളത്തിലില്ലല്ലോ സ്മൃതി, ബജറംഗ് ദൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് മാത്രമല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ആ പ്രശ്നമില്ല. അവർ അടി മേടിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല. രണ്ടാമത്തെ അടിക്കാത്തവർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ശ്രദ്ധിച്ചോ, വലിയ പ്രശ്നമില്ലായിരുന്നു. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് പാസ്റ്റർമാരാണ്. രണ്ട് വിഷയങ്ങളാണ്. അതിനെ സഭ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം വേറെ കിടക്കുന്നതാണല്ലോ. നോക്കൂ, അതാണ് പ്രശ്നം. നമ്മൾ അതാ പറഞ്ഞത്, നമ്മൾ പെന്തക്കോസുകാരുടെ കാര്യം പറഞ്ഞാലും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാലും നമ്മൾ നമ്മുടെ മനസ്സൊന്നിലാണ് നിൽക്കുന്നത്. അത് കത്തോലിക്കനായതുകൊണ്ട് മാർത്തോമയായതുകൊണ്ട് നമുക്ക് വേറെ ഇല്ല. പക്ഷെ ഇവർക്ക് ആ പ്രശ്നമുണ്ട്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞ മാത്രമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ കാര്യം എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മൾ ഇരിക്കുന്നു.